ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിച്ച് ലാഭമുണ്ടാക്കുകയാണ് മോദി സർക്കാർ എന്ന് എം വിജിൻ MLA. പൊതുമേഖലാ സ്ഥാപനങ്ങളെ കുത്തകകൾക്ക് തീരെഴുതി കൊടുക്കുന്ന സമീപനമാണ് കേന്ദ്രം തുടരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പഴയങ്ങാടിയിൽ നടന്ന കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. 67ാമത് കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനമാണ് പഴയങ്ങാടി എരിപുരം PCC മെമ്മോറിയൽ ഹാളിൽ നടന്നത്. സമാപന സമ്മേളനം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ തകർത്തെറിയുകയാണ് മോദി സർക്കാർ. ജനങ്ങളെ ഭിന്നിപ്പിച്ചു ഭരിച്ച് ലാഭമുണ്ടാക്കുകയാണ് കേന്ദ്രം. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള നഴ്സുമാരുടെ പോരാട്ടം ഇനിയും തുടരണമെന്നും എം വിജിൻ MLA പറഞ്ഞു. നഴ്സുമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ആരോഗ്യരംഗത്തെ പ്രധാന മുദ്രാവാക്യമായി ഉയർത്തിപ്പിടിക്കുന്നുണ്ടെങ്കിലും ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന തിന്മകൾക്കെല്ലാം എതിരായി, ഭരണകൂടത്തിന്റെ നെറികേടുകൾക്കെതിരായി ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങൾക്കും KGN നേതൃത്വം കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ കാലയളവിലെല്ലാം നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ ആവേശത്തിൽ കൂടുതൽ കരുത്തോടെ വരാനിരിക്കുന്ന ആളുകളിലും അത് ഏറ്റെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ രാജ്യം നമുക്ക് അഭിമാനമാണ്. ഒരുപക്ഷെ ലോകത്തിന് മുന്നിൽ അഭിമാനപൂർവ്വം ഇന്ത്യയുടെ മതനിരപേക്ഷതയെക്കുറിച്ച് എരിപുരത്ത് നിന്ന് പ്രകടനമായാണ് പഴയങ്ങാടി ബസ് സ്റ്റാൻഡിലേക്ക് അസോസിയേഷൻ ഭാരവാഹികൾ എത്തിയത്. പരിയാരം മെഡിക്കൽ കോളേജിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുക, സിവിൽ സർവീസിനെ തകർക്കുന്ന കേന്ദ്ര നയങ്ങൾക്കെതിരെ പോരാട്ടം ശക്തിപ്പെടുത്തുക, വയനാടിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുക തുടങ്ങിയ പ്രമേയങ്ങളും സമ്മേളനം മുന്നോട്ട് വെച്ചു. പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ജില്ലാ പ്രസിഡന്റ് PR സീന അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TT ഗമറുസമാൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ ഷൈനി ആന്റണി, KP ഷീന, ജില്ലാ സെക്രട്ടറി KV പുഷ്പജ, ജില്ലാ ട്രഷറർ VP സാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.